62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കലാകിരീടം കണ്ണൂരിന്റെ മണ്ണിലേക്ക് മാഹിലെത്തിയ കിരീടം തുറന്ന വാഹനത്തിൽ കണ്ണൂർ നഗരത്തിൽ പ്രദക്ഷിണം ചെയ്യും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ വരവേൽപ്പ്, വലിയ സ്വാഗതം തന്നെയാണ് മാഹിയിൽ. കണ്ണൂർ ജില്ലാ അതിർത്തിയായ മാഹിയിൽ വിദ്യാർത്ഥികളും മന്ത്രിയും ജനപ്രതിനിധികളും അടക്കമുള്ള സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ ശ്രദ്ധേയ സാന്നിധ്യമടക്കമുള്ളവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഹർഷാരവത്തോടെയാണ് കണ്ണൂരിൻ്റെ മണ്ണിലേക്ക് സ്വർണ്ണക്കപ്പിനെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. അർജുൻ ചിരികൻ, അർജുൻ മാഹിയിലാണിപ്പോൾ വലിയ വരവേൽപ്പ് ഈ സ്വർണ്ണക്കപ്പിന് നൽകിയിരിക്കുന്നത്. പ്രമുഖരായ ആരുടെയൊക്കെ സാന്നിധ്യം നമുക്കവിടെ കാണാനും സാധിക്കും. ഒപ്പം എത്രത്തോളം സന്തോഷത്തിലാണ് കണ്ണൂരുകാർ ഒന്നാക്കിയത്. കണ്ണൂരിലേക്ക് ഈ കലാകിരീടം എത്തുന്നത് അവസാനമായി 2000 ശേഷമാണ് കണ്ണൂരിലേക്ക് ഈ കലാകിരീടം എത്തുന്നത്. അവസാനമായി 2000-ലാണ് ആ കിരീടം കണ്ണൂരിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇത്രയും കാലം കിരീടത്തിന് ഒരു വിളർച്ചയുണ്ടായിരുന്നു. പിന്നീടാണ് 2023 കിരീടം വീണ്ടും ഇവിടെ കലകാരുടെ മണ്ണിലേക്ക് അല്ലെങ്കിൽ കണ്ണൂരിന്റെ മണ്ണിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം കടന്നപ്പള്ളി രാമേന്ദ്രൻ അടക്കമുള്ളവർ എത്തിയാണ് ഈ കപ്പ് ഏറ്റുവാങ്ങാൻ ഒരുങ്ങുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. വലിയ സന്തോഷത്തിലാണ് വലിയ രീതിയിലുള്ള ആരവത്തോടെ ആർജവത്തോടെ ആ കപ്പ് ഏറ്റുവാങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ മയ്യഴിപ്പുഴയുടെ തീരത്തു നിന്നും ഈ കപ്പ് വാങ്ങുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി നമുക്കുണ്ട്. മാഹിയിലെത്തിയ കപ്പാണ്. മാഹിയിൽ നിന്നും ഇനി അല്പസമയത്തിനകം കണ്ണൂരിലേക്ക് പോകും. കണ്ണൂരിലെത്തി ആ നഗരവീഥികളിലൊക്കെ ഒക്കെ പോയിക്കൊണ്ട് തന്നെ ആ ജനങ്ങളെയൊക്കെ കാണിച്ചുകൊണ്ട് ഈ കപ്പ് ആ ജനങ്ങൾക്കൊക്കെ കാഴ്ചവെച്ചുകൊണ്ട് അത്തരത്തിലുള്ള രീതിയിലേക്കായിരിക്കും ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുക. വലിയ രീതിയിലുള്ള ഒരു സന്തോഷത്തിലാണ് കുട്ടികളടക്കമുള്ളത്. അതായത് 952 പോയിന്റോടെ കോഴിക്കോടിനെ അട്ടിമറിച്ചുകൊണ്ട് കോഴിക്കോടിന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് കണ്ണൂർ നേടിയിരിക്കുകയാണ്. കപ്പ് നേടിയിരിക്കുന്നത്. എത്ര കുട്ടികളൊക്കെ നമ്മുടെ കൂടെ ചേർന്ന് എങ്ങനെയുണ്ട്? സന്തോഷമുണ്ടോ? അത്തരത്തിലുള്ള സന്തോഷങ്ങളാണ് കുട്ടികൾക്കുള്ളത്. അതായത് വലിയ രീതിയിലുള്ള ഒരു സന്തോഷത്തിലാണ് ഇവിടെ കുട്ടികളും മുതിർന്നവരും അടക്കമുള്ളത്. ബാൻഡുമേളത്തിന്റെ അകമ്പടിയോടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ അകമ്പടിയോടെ അത്തരത്തിൽ നീങ്ങുകയാണ് ജന ആരവങ്ങളോടെ. ഇപ്പോൾ മാഹിയിലാണ്, അതിർത്തി പ്രദേശമായ മാഹിയിലാണ് ഇപ്പോൾ ഈ ഒരു കപ്പുമായി വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നത്, ജനപ്രതിനിധികൾ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിന് തന്നെ കണ്ണൂരിന്റെ മണ്ണിലേക്ക് എത്തും. പിന്നീട് തുറന്ന വാഹനത്തിലായിരിക്കും ഈ കപ്പുമായുള്ള യാത്ര. തീർച്ചയായും സുരേഷ്, അതായത് മാഹിയിൽ നിന്ന് തന്നെ തുറന്ന വാഹനത്തിലായിരിക്കും കണ്ണൂരിലേക്ക് എത്തുക. കണ്ണൂരിലെത്തിയ ശേഷം കണ്ണൂരിലെ നഗരങ്ങളിലേക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് ഈ കപ്പുമായി പ്രദക്ഷിണം നടത്തും. അതിനുശേഷമായിരിക്കും ഈ കപ്പുമായിട്ടുള്ള യാത്ര വീണ്ടും തുടരുക. അതായത് മാഹിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര കണ്ണൂരിലെത്തുന്നു. കണ്ണൂരിൽ നിന്ന് വീണ്ടും ആ ടൗൺ ഏരിയ മൊത്തം കറങ്ങിക്കൊണ്ട് ജനങ്ങളെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് തങ്ങൾ കപ്പടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സന്തോഷകരമായ ഒരു യാത്രയ്ക്കായിരിക്കും ഇനിയും നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ബാൻഡുമേളത്തിന്റെ അകമ്പടിയോടെ മുൻപിൽ ബാൻഡുമേളത്തിലെ പെൺകുട്ടികൾ അടങ്ങുന്ന ബാൻഡുമേളം മുൻപിൽ നിൽക്കുന്നു. അതിന്റെ തൊട്ടുബേക്കിൽ കലാകിരീടം ഉയർത്തിയവരുണ്ട്. അതിന്റെ കൂടെ തന്നെ മറ്റു ട്രോഫികളും മറ്റ് കിരീടങ്ങൾ നേടിയവരും മറ്റുള്ള കിരീടങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു ആഘോഷ ാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആർത്തരുമ്പുന്ന ആ ജനങ്ങളുടെ മുമ്പിലേക്കാണ് ഈ കപ്പ് വരുന്നത്. അതായത് നീണ്ട 23 വർഷം, ചെറിയ കാത്തിരിപ്പല്ല, 23 വർഷത്തെ കാത്തിരിപ്പാണ്. ചെറിയ പോയിന്റുകൾക്കാണ് കഴിഞ്ഞ പ്രാവശ്യം അടക്കം ആ കണ്ണൂര് പുറകോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ചെറിയ കപ്പിനും ചുണ്ടിനും ഇടയ്ക്കിൽ എന്ന് നമുക്ക് പറയാം. അത്തരത്തിൽ പോയ ആ പോയിന്റുകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അത്തരത്തിൽ വീറും വാശിയോടെയും ചേകവന്മാരുടെ മണ്ണിലേക്ക് ആ കപ്പ് വീണ്ടും എത്തുകയാണ്. വലിയ രീതിയിൽ തന്നെ ജന ആരവത്തോടെ കുട്ടികളുടെ ആഘോഷത്തോടെ വലിയ വരവേൽപ്പോടെയാണ് കപ്പ്
ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരാണ് ആ കപ്പ് സ്വീകരിക്കാൻ എത്തിയത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടിയിലൂടെയാണ് ഈ ഗ്രാമങ്ങളിലൂടെയും അതുപോലെ തന്നെ നഗരങ്ങളിലൂടെയും കപ്പ് പ്രദക്ഷിണം ചെയ്യാൻ ഒരുങ്ങുന്നത്. തുറന്ന വാഹനത്തിലായിരിക്കും കപ്പ് ഇവിടെ പ്രദക്ഷിണം വെക്കുക. അതായത് ടൗണിലടക്കം ഗ്രാമങ്ങളിലടക്കം പ്രദക്ഷിണം വെക്കുക. പയ്യടിപ്പുഴയുടെ തീരത്ത് തന്നെ ഈ കപ്പ് എത്തി എന്നുള്ള ഒരു പ്രത്യേകത കൂടെയുണ്ട്. അവിടെ എത്തിയത് കൊണ്ട് തന്നെ അത്തരത്തിൽ കലയുടെ ഒരു ഈറ്റലമായിട്ടുള്ള കണ്ണൂരിലേക്ക്, കലയുടെ കേന്ദ്രമായിട്ടുള്ള കണ്ണൂരിലേക്ക് ഈ കപ്പെത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സന്തോഷത്തിലാണ് കുട്ടികളാകെയുള്ളത്. അത്തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അർജുൻ പറഞ്ഞ പോലെ തന്നെ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കലാകിരീടമാണ് കണ്ണൂരിന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നത്. മാഹിയിലാണ് ഈ കലാകിരീടം ഇപ്പോഴെത്തിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കണ്ണൂരിൻ്റെ നഗരത്തിലേക്ക് ഈ യാത്ര നീങ്ങുന്നത്. തുറന്ന വാഹനത്തിലാണ് കപ്പുമായി വിദ്യാർത്ഥികൾ അല്പസമയത്തിനകം തന്നെ യാത്ര പോവുക. അർജുൻ PS ആണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.